നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഫിസ്റ്റുല ഇൻ ഏനോ എന്ന് പറയുന്നൊരു അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ രമ്യയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മാഡം, നമുക്കറിയാം മലദ്വാരത്തിൽ വരുന്ന ഏതൊരു പ്രശ്നവും ഒരു അർശസ് എന്നുള്ള നിലയിലാണ് പലപ്പോഴും സാധാരണ ഏതൊരു ജനവും എടുക്കുക എന്ന് പറയുന്നത്. ഈ ഫിസ്റ്റുല എന്ന ഏനോ എന്ന് പറയുന്ന അസുഖം ആയുർവേദത്തിൽ ആ ഒരു ഫിസ്റ്റുല എന്ന ഏനോ എന്താണ് പറയുന്നത്? അത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ്. ഈ പറഞ്ഞ എനോറെക്ടൽ റീജിയനിൽ വരുന്ന കുറേ അസുഖങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ളത്, അതായത് ചികിത്സിക്കാൻ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളവും പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഈ ഫിസ്റ്റുല ഇൻ ഏനോ. ഭഗന്തരം എന്ന് പറയും, ഭഗന്തരം എന്ന് പറയും സംസ്കൃതത്തിൽ. സാധാരണ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒട്ടുമിക്ക ഇപ്പം നോക്കുകയാണെങ്കിൽ ഒ പിയിൽ വരുന്ന ഒരു 60% പേഷ്യൻസിനും ഇത് കണ്ടുവരുന്നുണ്ട്. ഈ പണ്ട് ഒക്കെ ജനറൽ ഒ പിയിൽ വരുന്നത് സാധാരണ മറ്റുള്ള അസുഖങ്ങൾക്ക് ചികിത്സിക്കാൻ വരുന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ പൈൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് പറയുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഫിസ്റ്റുല എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസ് ഒരുപാടുണ്ട്. അവർക്ക് തന്നെ അറിയാം എന്താണ് ഫിസ്റ്റുല, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, അത് ട്രീറ്റ് ചെയ്താലും ഒരിക്കലും പൂർണ്ണമായിട്ട് ഭേദമാവാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ഡിപ്രസീവ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു ട്രാക്റ്റ്, ഒരു ഹോളോ ട്രാക്റ്റ് എന്നാണ്. അതായത് ഒരു ഫാൾസ് ട്രാക്റ്റ് ഉണ്ടാവും. ഫിസ്റ്റുല പല സ്ഥലത്തിലും വരാം, ഏനൽ റീജിയനിൽ മാത്രമല്ല, ശരീരത്തിൽ ഏത് ഭാഗത്ത് ഇപ്പോൾ കരോട്ടിഡ് ഫിസ്റ്റുല വരാം. ഏതൊരു ഹോളോ സ്ട്രക്ചറിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അൺവാണ്ടഡ് അല്ലെങ്കിൽ ഫാൾസ് ട്രാക്റ്റിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ബ്ലഡ് വെസൽസ് തമ്മിലുള്ള ഫിസ്റ്റുലാസ് ആവാം, അല്ലെങ്കിൽ രണ്ട് ബോഡി ടിഷ്യൂസ് തമ്മിലുള്ള ഫിസ്റ്റുല വരാം. പക്ഷെ നമുക്കിവിടെ ഏനോറെക്ടൽ ആയിട്ട് ആ ഒരു റീജിയൻ സംബന്ധിച്ചിടത്തോളം ഏനൽ ഫിസ്റ്റുല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചികിത്സിക്കാൻ ഭയങ്കര ചാലഞ്ചായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റിനെ ഫിസ്റ്റുല എന്ന് നമ്മൾ കൺഫേം ചെയ്താൽ, പെർറെക്ടൽ എക്സാമിൻ ചെയ്തിട്ട് നമ്മളത് ഫിസ്റ്റുല ആണെന്ന് കൺഫേം ചെയ്താൽ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം വേറൊരു അസുഖത്തിനെ പോലെ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു അസുഖമല്ല, പ്യുവർലി സർജിക്കലായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം സർജിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് സ്കോപ്പ് ഉള്ളതും ആയിട്ടുള്ള ഫീൽഡാണ് എനോറെക്ടൽ സർജറീസ്. അത് സർജറി എന്ന് പറയാൻ പറ്റില്ല, ഒരു പാരാസർജിക്കൽ മെഷേഴ്സാണ് കൂടുതലും നമ്മൾ പ്രയോഗപ്പെടുത്തുന്നതും. അത് പൂർണ്ണമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഒരു വലിയ സമൂഹം സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഏനോറെക്ടൽ റീജിയനിൽ വരുന്ന അസുഖങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വലിയ സമൂഹം സ്ത്രീകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പലപ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള ഏനോറെക്ടൽ വരുന്ന ഏതൊരു പ്രശ്നവും അവർക്ക് പൈൽസ് ആയിട്ടായിരിക്കും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പൈൽസിന് എടുക്കുന്ന ചികിത്സ അല്ലെങ്കിൽ ഫൈബർ കൂട്ടിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫിസ്റ്റുലയ്ക്കും ഒരു കുറവ് വരുമോ? ഫിസ്റ്റുല എന്ന് പറയുന്നത് എനോറെക്ടലിൽ വരുന്നതാണെങ്കിൽ പോലും പൈൽസും ഫിസ്റ്റുലയും രണ്ടായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം അതിൻ്റെ കോസ് വ്യത്യാസമുണ്ട് പൈൽസിനെക്കാട്ടിലും. കോസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒരു ചെറിയ മോക്കുരു പോലെ എന്തെങ്കിലും ഒരു ആബ്സസ് പോലെ വരും. അപ്പോൾ സാധാരണ ആൾക്കാർ അത് ശ്രദ്ധിക്കില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ അത്തരം ഒരു ഭാഗത്ത് വരണോണ്ട് തന്നെ അത് ശ്രദ്ധിക്കാതെ പോകും, അല്ലെങ്കിൽ സ്വയം ചികിത്സ തേടും, അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ വേദന സംഹാരികൾ വാങ്ങി കഴിക്കും അനാവശ്യമായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സ്വയം ചികിത്സകൾ ചെയ്തിട്ട് ഈ ആബ്സസ് ഇൻവേർഡായിട്ട് അത് ഇത് ഉള്ളിലേക്ക് പോകും. അത് ആ ഒരു പ്രോഗ്രസ് നമ്മൾ അറിയില്ല. ചിലപ്പം ഒരുപക്ഷെ ഈ അനാൽജസിക്കും വേണ്ടാത്ത മരുന്നുകൾ ഒരുപാട് സ്വയം കഴിച്ച് ആ ഒരു വേദന ഇല്ലാതാക്കുമ്പോൾ അവർ വിചാരിക്കും ആ ഒരു അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവുന്നു. പക്ഷേ ഫിസ്റ്റുലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ മൂക്കുരു പോലെ കാണുന്നതാണെങ്കിലും അത് ഉള്ളിലോട്ട് ഗ്രോ ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി അത് കംപ്ലീറ്റ് ഫിസ്റ്റുലയായിട്ട് മാറി. ചിലപ്പോൾ അത് ആദ്യം തുടങ്ങുമ്പോൾ ഒരു ചെറിയ ആബ്സസോ അല്ലെങ്കിൽ ഒരു സൈനസോ ആയിരിക്കും. ആ തക്ഷണം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് വലിയ പ്രൊസീജിയേഴ്സിൽ നിന്നും നമുക്ക് മാറി വെറും ഓറൽ മെഡിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷെ അത് ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഈ വലിയ വലിയ ചികിത്സയിലോട്ട് മാറേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സർജിക്കലായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും ഞാൻ സ്ത്രീകളെ എടുത്തു പറയണു, കാരണം അവർ ലേറ്റർ സ്റ്റേജിൽ ഒട്ടും നിവർത്തിയില്ല, അവരുടെ
കയ്യിലുള്ള മെഡിക്കേഷൻസ് എല്ലാം തീർന്ന് അതിലൊന്നും ഫലം ഉണ്ടാവാതെ വരുമ്പോൾ മാത്രമേ ഒരു ഡോക്ടറെ തേടിയെത്താറുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ആദ്യമേ തന്നെ ഡോക്ടറെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷനും ബുദ്ധിമുട്ടുകളിലും ഡിപ്രഷനിലും നിന്നും മാറാൻ പറ്റും. ഈ ഫിസ്റ്റുലയും ഈ ഫിഷറും അല്ലെങ്കിൽ ആർഷസും തമ്മിൽ എങ്ങനെ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം തിരിച്ചറിയാൻ സാധിക്കും? പലപ്പോഴും അവർ പറയുക ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലഡ് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ ഇതെനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇത് ഫിഷറാണ് അല്ലെങ്കിൽ ഫിസ്റ്റുലയാണ്, അതല്ല ആർഷസ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവരെ ആദ്യം കൗൺസിൽ ചെയ്യും, എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന്. ആദ്യം പറയുകയാണെങ്കിൽ ഈ ഫിസ്റ്റുലയും ഫിഷറും കുറച്ച് പെയിൻഫുള്ളാണ്. കുറച്ചെന്നല്ല, മോഷൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിംഗ് ടൈമിൽ അത് കഴിഞ്ഞുള്ള കുറച്ച് ടൈമിൽ ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ബട്ട് ഹെമറോയിഡ്സ്, അതായത് പൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ പൈൽസ് വേദനിക്കാറില്ല മിക്കപ്പോഴും. കാരണം അവിടെ അത് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നെർവ്സ് ടിഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻ്റ് പെയിൻ പറയില്ല. പക്ഷേ പറയുന്നത് ബ്ലീഡിങ് പെർ റെക്റ്റം, അതായത് മോഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരുപാട് രക്തം പോകുന്നു എന്ന് പറയും. പെയിൻലെസ് ആയിട്ടുള്ള രക്തം. ഈ പെയിൻ ഇല്ലാതെ, അതായത് വേദന ഇല്ലാതെ രക്തം പോയാൽ ഒന്നിലത് ഇൻറ്റേർണൽ പൈൽസ്, അതായത് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ സിഎ റെക്റ്റം പോലുള്ള കുറച്ചും കൂടെ വലിയ തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും. എന്ത് തന്നെയായാലും ഒരു എക്സാമിനേഷൻ നമുക്ക് ഇനവിറ്റബിൾ ആയിട്ടുള്ള, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പം തന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാധാരണഗതിയിൽ ഒരു ചെറിയ ഒരു കുരു പോലെ നിൽക്കും. ഒരു 1-2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് പഴുത്ത് ഒന്നുകിൽ അവർ തന്നെത്താൻ പൊട്ടിച്ച് കളയും, അല്ലെങ്കിൽ തനിയെ പൊട്ടി പുറത്തു പോകും. അപ്പോൾ ഒരിക്കലും ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിന് സുഖകരമായി, അതിന് ഒരിക്കലും തിരിച്ച് വരത്തില്ല എന്ന് പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ വീണ്ടും ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പം വീണ്ടും പഴയ ഒരു ചക്രം വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഫിസ്റ്റുലയാവാനുള്ള സാധ്യത കാണാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വേറെ ശരീരത്തിൻ്റെ വേറെ ഏതൊരു ഭാഗത്തു നിന്ന് ഒരു ചെറിയ അബ്സസ് വന്നാലും നമ്മളത് പൊട്ടിച്ച് കളഞ്ഞാൽ, സ്വയമേ പൊട്ടിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തിരി ചൂട് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിനൊക്കെ ചൂടൊക്കെ കൊടുത്ത് നമ്മൾ ആദ്യം പ്രിലിമിനറി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരുപക്ഷെ നല്ലോണം ഉണങ്ങി കാണാറുണ്ട്. പക്ഷെ അതുപോലെ അല്ല ഈ ഏനൽ റീജിയൻ്റെ ചുറ്റും വരുന്ന കാരണം നമ്മളൊട്ടും എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഒരു ഭാഗം, ഒരുപാട് മസ്കുലാർ ടിഷ്യൂ ഉള്ള ഒരു ഭാഗം, കംപ്രസ്ഡ് ആയിട്ട് ടൈറ്റായിട്ട് ക്ലോത്ത് ധരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഒരുപാട് പെട്ടെന്ന് തന്നെ അത് ആബ്സസ് ഫോമിലേക്ക് മാറുകയും ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും പറ്റും. പിന്നെ അത് എപ്പോഴും ഒരു അൺടൈഡി ഇത് സ്ഥലത്തൂടെയാണ് ആ ഒരു ട്രാക്റ്റ് പോകുന്നത്. അതായത് എപ്പോഴും നമ്മൾ മോഷൻ പോകും, ഒരു ചെറിയ പാർട്ടിക്കിളെങ്കിലും എത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയാൽ അത് പിന്നെ വലിയൊരു ഇൻഫെക്ഷനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരം സ്ഥലത്ത് വരുന്ന, അതായത് ഏനൽ റീജിയനിൽ വരുന്ന ഒരു ചെറിയ കുരുവായാൽ പോലും നമ്മളത് ഒരുപാട് ശ്രദ്ധയോടുകൂടി അതിനെ കൺസിഡർ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർ ഇത് കൊണ്ട് നടക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഏനോ റെക്ടൽ റീജിയനിൽ വരുന്ന അസുഖങ്ങൾ കൂടുന്നു? പ്രത്യേകിച്ച് ഫിസ്റ്റുല എന്ന് പറയുന്ന പ്രശ്നം കൂടി വരുന്നു. അത് സ്ത്രീകളിൽ എന്തുകൊണ്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നു? പ്രധാനമായിട്ടും ഒരെണ്ണം അവർ ഒളിച്ചു വെക്കുക, ആദ്യത്തെ സ്റ്റേജിലൊന്നും പറയുന്നില്ല. അത് ഒരു വലിയ കാരണമാണ് ഫിസ്റ്റുലയായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ. പിന്നെ രണ്ടാമത്തേതായിട്ട് അൺഹെൽത്തി ഡയറ്റ് ഒരു പ്രധാന കാര്യമാണ്. നമ്മളുടെ ആഹാര രീതി, ഒരുപാട് കൊഴുപ്പും ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് ഉണ്ടാവുന്ന അമിതവണ്ണം കൊണ്ടുണ്ടാവുന്ന തരത്തിൽ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ഇത് കാണപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, മാം അതിലേക്ക് പോകാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ രവീന്ദ്രൻ. ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം സാർ, പറയൂ. രവീന്ദ്രൻ പറയൂ സാർ. അതെ, എനിക്ക് ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് ബാത്റൂമിൽ പോകുമ്പോ നമ്മളെ ആനസിന്റെ ഭാഗം കട്ടിപ്പ് പോലെ തോന്നും, ഒരു മലം കുറേശ്ശേ വരുള്ളൂ. അത് ചിക്കൻ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും കാണാനില്ല. മോഷൻ ഭയങ്കര കട്ടിയായിട്ടാണോ പോകുന്നത്? കട്ടിയായിട്ട് പോകും. ചിലപ്പോ നൂല് പോലെ ഇങ്ങനെ ആദ്യം കുറച്ച് കട്ടിയായിട്ട് പോകും, പിന്നെ നൂല് പോലെ പോകും. എപ്പോഴും ഇല്ല, ഇത്തരം ആഹാരങ്ങൾ കഴിക്കുമ്പോൾ മാത്രമേ കാണാറുള്ളൂ ഈ ബുദ്ധിമുട്ട്? അതെ അതെ, സ്ഥിരം ആഹാരം കഴിക്കുമ്പോ. പിന്നെ ചിലപ്പോ നമ്മളെ വെജിറ്റബിൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ചില ഉണ്ടാവും. അത് ശരി. ഇതിനു മുമ്പ് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ?
ഇല്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. മരുന്ന് വാങ്ങി കഴിക്കാറുണ്ട്. ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ബ്ലീഡിങ് കുറെ മുമ്പുണ്ടായിരുന്നു, ഒരു 5-6 കൊല്ലം മുമ്പുണ്ടായിരുന്നു. പിന്നെ ഇല്ല. വേദനയില്ല? ഇല്ല. ആ, എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ള ഇതിന് വേണ്ടിയുള്ള? ആയുർവേദ മെഡിസിൻ കഴിച്ചിട്ടുണ്ടോ? ആയുർവേദ മെഡിസിൻ ആണ് കഴിച്ചത്. പിന്നെ ഒരു ലേഖം പോലെ ഉണ്ടായിരുന്നു. ലേഖം അത് കഴിച്ചിട്ട് കുറവ് തോന്നിയോ, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസമാണ് കണ്ടത്? അതെ, തേച്ചിട്ട് കുറവുണ്ടായിരുന്നു. വീണ്ടും അത്തരം ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ മാത്രമല്ലേ ഈ ബുദ്ധിമുട്ട് വരാറുള്ളൂ? ഓക്കെ, എന്താണ് ഇവർ ചെയ്യുക എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഞാൻ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഫൈബ്രസ് ഡയറ്റ്, ഇപ്പം ചിക്കൻ കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരുപാട് ഫൈബ്രസ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് വാട്ടറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്തരം വരില്ല. പിന്നെ മോഷൻ പോകുമ്പോൾ ഭയങ്കര തിന്നായിട്ട് പോകണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഇപ്പോൾ ഹൈപ്പർട്രോപ്പിക് സ്പിൻഡർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട്, അതായത് മലദ്വാരം തീരെ ചുരുങ്ങിയ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ പോവാം. പിന്നെ അല്ലാതെ 3-7-11 ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ഉണ്ടെങ്കിലും മോഷൻ അങ്ങനെ തിന്നായിട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും കൺഫേം ചെയ്യണമെങ്കിൽ ഇപ്പോൾ റെക്ടൽ എക്സാമിനേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ഡയറ്റ് എന്തായാലും ആ വ്യക്തി നല്ലോണം നോക്കിയാൽ ഒരുപക്ഷെ ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരുപാട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ കുറേയൊക്കെ, കാരണം അത് അത്തരം ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് എന്താ പ്രശ്നമെന്ന് നോക്കേണ്ടത് അത്യാവശ്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. സാർ വിളിച്ചതിന് നന്ദി. സാർ, മാം ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? മാം, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. മാം, ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഏനോറെക്ടൽ റീജിയനിൽ വരുന്ന അസുഖങ്ങൾ കൊണ്ട് നടന്നിട്ട് അതൊരു കോംപ്ലിക്കേഷൻ ആവാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറാറുണ്ട്? തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ആ ഫിസ്റ്റുല വെജൈനൽ ഓപ്പണിംഗ് ആയിട്ട് മാറി, പിന്നെ ഏനോ വെജൈനൽ ട്രാക്റ്റൊക്കെ ആയിട്ട് വലിയൊരു ട്രാക്റ്റായിട്ട് മാറും. ഹൈ ഏനൽ ഫിസ്റ്റുല ആവാം. ഹൈ ഏനലൊക്കെ പറയുമ്പോൾ ഒരുപാട് ചിലപ്പോൾ ഒരു മന്ത്സ് ടുഗെദർ എടുക്കും അത് ഫുള്ളായിട്ട് ക്യൂർ ചെയ്ത് വരാൻ. അത്രയും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടെങ്കിൽ പോലും അത്രയും ദിവസം ഹോസ്പിറ്റലിൽ വന്നു പോകേണ്ടി വരും. പിന്നെ ത്രെഡ് ചേഞ്ചിങ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി ഫിസ്റ്റുലയിൽ പറയുകയാണെങ്കിൽ ചരസൂത്രമാണ്. അതൊരു മെഡിക്കേറ്റഡ് ത്രെഡാണ്. അപ്പോൾ അത് ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ പിന്നെ നല്ല ഭാഗം അതാണ്. ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ട. ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ത്രെഡ് ചേഞ്ച് ചെയ്യുക. ഫുൾ ട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ആയി അത് കട്ട് ഓഫ് ആവുന്ന വരെ നമ്മൾ. അപ്പോൾ ഹൈ ഏനൽ ആവും തോറും അത്രയും സിറ്റിങ്സ് വേണ്ടി വരും. ഇപ്പോൾ ഒരു പെരിയേനൽ ഫിസ്റ്റുലയാണ് അല്ലെങ്കിൽ ചെറിയ ട്രാക്റ്റ് ഉള്ളതാണ്, അതൊക്കെയാണെങ്കിൽ നമുക്കൊരു പക്ഷേ 2-3 സിറ്റിങ്സ് കൊണ്ട് അത് മാറ്റാം. അപ്പം കാലതാമസപ്പെടുന്തോറും അത് ഹൈ ഏനലായി കോംപ്ലിക്കേഷൻ കൂടി അത്രയും ഹോസ്പിറ്റൽസിൽ വന്നു പോകേണ്ട അവസ്ഥയും അതോടനുബന്ധിച്ചുണ്ടാവുന്ന പിന്നെ ബുദ്ധിമുട്ടുകൾ, പെയിന്, പിന്നെ വേറെ എങ്ങോട്ടും നമുക്കൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാം ഈ കാലതാമസം വരുന്തോറും സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ ഫിസ്റ്റുലയിൽ. പിന്നെ ഫിസ്റ്റുലയെ കുറിച്ച് പറയുമ്പോൾ 2 തരത്തിൽ വരാം. പ്രൈമറി ആയിട്ട് ഫിസ്റ്റുല വരാം, സെക്കൻഡറി ആയിട്ട് വരാം. ഇപ്പോൾ സെക്കൻഡറി ആണെങ്കിൽ നമ്മൾ അനുബന്ധമായിട്ടുള്ള അസുഖത്തിനെ വേണം ആദ്യം കൺസിഡർ ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഫിസ്റ്റുലയെ മാത്രം നോക്കിക്കണ്ട് ചെയ്താൽ അത് വീണ്ടും റെക്കർ ചെയ്യും, അതൊട്ട് ക്യൂർ ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്യൂബർക്കുലോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ട്യൂബർക്കുലാർ ഫിസ്റ്റുല വരാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ട്യൂബർക്കുലോസിസ് നമ്മൾ TB അതിനോടൊപ്പം തന്നെ ട്രീറ്റ് ചെയ്യണം. പിന്നെ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, അതായത് കുടലിൽ ഉണ്ടാകുന്ന വലിയൊരു ഇൻഫെക്ഷൻ, ക്രോണിക്കായിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇത്തരം അസുഖങ്ങളോട് കൂടി ഈ ഫിസ്റ്റുലയും വരാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത്തരം അസുഖങ്ങളെ വേണം ചികിത്സിച്ചിട്ട് ഫിസ്റ്റുല. തീർച്ചയായിട്ടും മാം, അതിലേക്ക് പോകാം. ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? മാം, ആ കോള് കൂടി. ഹലോ, ആരാ സംസാരിക്കുന്നേ? ആ കോള് കട്ടായി തോന്നുന്നു മാം. മാം, ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരിക്കൽ ഇത്തരത്തിലുള്ള ഫിസ്റ്റുല വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പാരാസർജിക്കൽ മെത്തേഡ്സ് പോലെ അല്ലെങ്കിൽ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? ഫിസ്റ്റുല ആയിക്കഴിഞ്ഞാൽ, അതായത് ആദ്യം ചിലപ്പോൾ ഫിസ്റ്റുല ആവണമെന്നില്ല, ഒരു സൈനസ് ആയിരിക്കും. സൈനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്ര ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ട സൈനസ്. പക്ഷേ സൈനസ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ട്രാക്റ്റ് ആയിട്ടില്ല. ഫുൾ ട്രാക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളതിനെ സൈനസ് എന്ന് വിളിക്കാറില്ല, അതിനെ ഫിസ്റ്റുല എന്ന് തന്നെ വിളിക്കും. ഫിസ്റ്റുല ആയിക്കഴിഞ്ഞാൽ
അത് ലാസ്റ്റ് സ്റ്റേജാണ്, ഒരു സൈനസിൻ്റെ ലാസ്റ്റ് അവസ്ഥയാണ്, അതതിൻ്റെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും സർജിക്കൽ ഇൻ്റർവെൻഷൻ കൂടാതെ പറ്റില്ല. ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം പാരാസർജറി, അതായത് ചരസൂത്ര തെറാപ്പിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയും. ഫിസ്റ്റുലായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡോക്ടർ നോക്കും? എന്തൊക്കെ അതിന് ഉള്ളിൽ കഴിക്കാൻ മരുന്നുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്? തീർച്ചയായിട്ടും ആദ്യം ഇൻഫെക്ഷ്യസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ആദ്യം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തിട്ടേ ക്ഷാരസൂത്രം അപ്ലൈ ചെയ്യാറുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ ആപ്സസ് ആയിരിക്കും, ഇസ്ക്യോറക്റ്റൽ ആപ്സസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ തരം ആപ്സസ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്യാൻ ഡോക്ടേഴ്സ് കറക്റ്റായിട്ട് അത് ഡ്രെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അത്തരം ആൾക്കാർക്ക് ഫിസ്റ്റുല വരാം. അതും ഹൈ ഏനൽ ഫിസ്റ്റുല തന്നെ വരാം. അത്തരം പേഷ്യൻസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നേരത്തെ. ഹൈ ഏനൽ വരുന്നാൽ നമുക്ക് ഭയങ്കര ചികിത്സിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയല്ല, എന്നാൽ പോലും ടൈം കൺസപ്ഷൻ ഒരുപാടാണ്. അത്രത്തോളം പേഷ്യൻ്റ് പിന്നെ ഹോസ്പിറ്റലിൽ വന്നു പോയേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഫിസ്റ്റിലാണ്, അതായത് നമ്മൾ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഗുഡ്സോൾസ് റൂൾ പ്രകാരം, ഗുഡ്സോൾസ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഡോക്ടേഴ്സ് അത് നോക്കിയിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്, അത് ഹൈ ഏനലാണോ അതോ ലോ ഏനലാണോ എന്ന്. അപ്പോൾ ലോ ഏനൽ ആണെന്ന് കണ്ടുപിടിച്ചാൽ പ്രോബ് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഡോക്ടർ പിന്നെ ഇത് ഉള്ളിൽ മരുന്നും കൊടുക്കും, ഇൻഫെക്ഷൻ തടയുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ക്ഷാരകർമ്മ പോലെയുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യാം. അതല്ല ഹൈ ഏനലാണെങ്കിലും ഇത് പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ മെഡിക്കേഷൻ അൺഅവോയ്ഡബിൾ ആണ്, അതെന്തായാലും കഴിച്ചേ പറ്റൂ. കാരണം ഈ കോഴ്സ് ഓഫ് ടൈം ഒരിക്കലും ഇൻഫെക്ഷൻ വേറൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് ഇൻറ്റേർണൽ മെഡിക്കേഷനോടൊപ്പമാണ് ഇത്തരത്തിലുള്ള പാരാസർജിക്കൽ മെഷേഴ്സും നമ്മൾ ചെയ്യുന്നത്. നേരത്തെ സർജിക്കൽ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും ഒരു സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും തോന്നുന്നത് ഒരു ആയുർവേദത്തിൽ ഇത് ചെയ്യുമ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണോ എന്നുള്ളത്. പെയിൻഫുൾ ആണ്, എന്നാലും നമുക്ക് പിന്നെ അത്രത്തോളം രോഗിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു തരം പെയിൻ ഇരിക്കുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ട് കുറവായിരിക്കും. തീർച്ചയായിട്ടും പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത പെയിനോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷാരസൂത്രമാണ് ഫിസ്റ്റുലയ്ക്ക്. ഇപ്പോൾ ക്ഷാരകർമ്മ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സെക്ഷൻ തന്നെയാണ് ആയുർവേദിക് സർജറിയെ സംബന്ധിച്ചിടത്തോളം. പാരാസർജിക്കൽ പ്രൊസീജിയറിൽ അതിൽ ഫിസ്റ്റുലയെ സംബന്ധിച്ച് നമ്മളെ ക്ഷാരസൂത്രം, ക്ഷാരം എന്ന് പറയുന്ന ആ ഒരു മെഡിസിൻ, ഒരു സൂത്ര എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് ഫോം, പിന്നെ സാൻസ്കൃതത്തിലെ സൂത്രം എന്ന് വെച്ചാൽ ത്രെഡാണ്. അപ്പോൾ ഒരു ത്രെഡിൻ്റെ ഫോമിൽ ഈ ക്ഷാരത്തിനെ ആക്കിയിട്ട് ഈ പ്രോബ് ചെയ്ത് ഫുൾ ട്രാക്റ്റ് ക്ലീനപ്പ് ചെയ്തിട്ട് ഈ ട്രാക്റ്റിലൂടെ ആണ് ഈ ക്ഷാരസൂത്രം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫാൾസ് ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഈ നൂല് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതൊന്നും അല്ല ആയുർവേദത്തിൽ പറയുന്ന ഈ ക്ഷാരസൂത്രം. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെനിക്കറിയില്ല മറ്റുള്ളവർ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. പക്ഷേ ആയുർവേദത്തിലുള്ള ക്ഷാരസൂത്രം തെറാപ്പി എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാക്റ്റിനെ നമ്മൾ ഫുള്ളായിട്ട് പിന്നെ റൂൾ ഔട്ട് ചെയ്തിട്ട് പ്രോബ് ചെയ്തിട്ട് അതിൽ കൂടെ ഈ ക്ഷാരസൂത്രം അപ്ലൈ ചെയ്യണം. അതൊരു പിന്നെ ഒരു ടെക്നിക്കിലൂടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രൈമറി ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ അത് വീണ്ടും ചേഞ്ച് ചെയ്യണം. ആ സെക്കൻഡ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് വീക്ക്ലി ചെയ്താൽ മതിയാവും. കാരണം പ്രൈമറി ത്രെഡിങ് നമ്മൾ ആ റൂട്ട് ഫുൾ ട്രാക്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് ക്ഷാരസൂത്രമില്ല, നോർമൽ കോട്ടൺ ത്രെഡിലായാലും പ്രൈമറി ത്രെഡിങ് നമുക്ക് ചെയ്യാം. പക്ഷേ എന്നാൽ സെക്കൻഡ് സിറ്റിംഗ് ഓൺവേഴ്സ് അത് കറക്റ്റായിട്ട് നമ്മൾ ക്ഷാരസൂത്രം വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യാതാൽ യൂണിറ്റ് കട്ടിങ് ടൈം വളരെ പിന്നെ എളുപ്പം വരും. അതായത് പേഷ്യൻറ്റിന് ഒരു 2-3 സിറ്റിങ്ങിലൂടെ തന്നെ നല്ലോണം കട്ട് ചെയ്ത് സൂപ്പർഫിഷ്യലി ആക്കാൻ പറ്റും ആ ഒരു ട്രാക്റ്റ്. പിന്നെ വേണമെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഹൈ ഏനലൊക്കെ ആണെങ്കിൽ നമ്മൾ പകുതി ഛേദനം മീൻസ് എക്സസൈസ് ചെയ്തിട്ട് പിന്നെ പകുതി ക്ഷാരസൂത്രം ഇടും. അപ്പോൾ യൂണിറ്റ് കട്ടിങ് ടൈമും കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റർ ആക്കാൻ പറ്റും. അതായത് ഒരു 10 ദിവസം എടുക്കുമെങ്കിൽ അതിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു 5 ദിവസം കൊണ്ട് പേഷ്യൻറ്റിനെ റിലീവ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഈ ഫിസ്റ്റുല ഏനോ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? ക്ഷാരസൂത്രം യൂഷ്വലി ചെയ്തിട്ട് വരാറില്ല. പക്ഷേ ആ ഒരു ഇൻഫെക്ഷൻ ഒരിക്കൽ വന്ന ഒരാൾക്ക് വീണ്ടും വന്നുകൂടാകുകയില്ല. ചിലപ്പോൾ ആ സ്ഥലത്ത് വരണമെന്നില്ല, വേറെ സ്ഥലത്താവാം. അപ്പോൾ എപ്പോഴും അത്തരത്തിൽ ഒരു പ്രാവശ്യം വന്നൊരാൾ തീർച്ചയായിട്ടും അത് മനസ്സിൽ വെച്ചിട്ട് വേണം
പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു സിംറ്റം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം, ചെക്ക് ചെയ്യണം, വീണ്ടും അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന്. കാരണം പലപ്പോഴും ഈ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ സൈഡിൽ കൂടെ വേറൊരു ട്രാക്ട് ഫോം ചെയ്യും. അപ്പം നമുക്ക് വീണ്ടും അത് വേറെ ഒരു ട്രാക്റ്റായിട്ട് എടുത്തിട്ട് അതിനെ വീണ്ടും പ്രോബ് ചെയ്ത് ചരസൂത്രം ഇടേണ്ടി വരും. അങ്ങനെ മൾട്ടിപ്പിൾ ട്രാക്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം ഫുൾ ആപ്സസ് വന്ന് അതൊക്കെ നല്ലോണം ഡ്രെയിൻ ചെയ്യാതെ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഫിസ്റ്റുല വന്നിട്ട് അതിലെല്ലാം തന്നെ ചരസൂത്രം ഇട്ട് അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് തന്നെയാണ്. എന്നാലും വളരെ ഫലപ്രദമായിട്ട് കുറച്ച് ടൈം എടുത്താൽ പോലും കംപ്ലീറ്റ് ക്യൂർ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാമിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിച്ചതിന് ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.doctor@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.